നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലമെന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിലും ഉപവാസ സമരം നടന്നു. CHR ഭൂമിയുടെ കാര്യത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിൽ വന്ന വ്യത്യാസത്തിൽ പ്രതികരിച്ച വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. നിയമസഭയിൽ നൽകുന്ന കണക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുന്ന കണക്കല്ല. എന്നാൽ കണക്കിൽ വന്ന വ്യത്യാസത്തെ താൻ ന്യായീകരിക്കുന്നില്ലെന്നും കുറ്റകരമായ പ്രവൃത്തിക്കിടയാക്കിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി. ബൈസൺ വാലി ചൊക്രമുടിയിൽ നടന്ന കടന്നുകയറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. കഴിഞ്ഞ ശനിയാഴ്ച രമേശ് ചെന്നിത്തല ബൈസൺ വാലിയിലെത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത് സംഭവം രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുക്കിയ സാഹചര്യത്തിൽ. ബോണസ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹൈഡൽ ടൂറിസം തൊഴിലാളികളും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം സത്യാഗ്രഹ സമരം നടത്തി. ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ സമരം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതെ ഹൈഡൽ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഡയറക്ടർ നടത്തുന്നതെന്ന് MLA. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലമെന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലമെന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന ഉപവാസ സമരത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖത്തിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓണം ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നാം പഠിച്ചിട്ടുള്ളത്. എന്നാൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു ഭീഷണിയായി നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് തന്നെ വിഘാതമായി വരുന്ന വേളയിൽ ആ തിരുവോണം ഉൾപ്പെടെ മാറ്റിവെക്കപ്പെടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ എല്ലാ നിലയിലും ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ പുരോഗതിയും ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന് മാത്രമേ ആ നിലയിൽ ചിന്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഈ നാടിന്റെ ഭാവിയെ കരുതി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ നിയമനീതിന്യായ സംവിധാനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രധാനപ്പെട്ട ദിവസത്തിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ദിവസത്തിന്റെ പരിപാവനതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ സന്തോഷത്തെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി ഇവിടെ ഉപവാസം അനുഷ്ഠിക്കും. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. ഉപവാസ സമരത്തിന് പിന്തുണയറിയിച്ച സമരപ്പന്തലിലേക്ക് പ്രകടനവും നടന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സേനാപതി വേണു, DCC ജനറൽ സെക്രട്ടറിമാർ, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, MD അർജുനൻ, PA അബ്ദുൾ റഷീദ്, രാജൻ കുഴുവമ്മാക്കൽ, ബാബു ആന്റപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ഉപവാസ സമരം നടന്നു. മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി തിരുവോണ നാളിൽ ഉപവാസ സമരം നടത്തിയത്. ഡോക്ടർ ജോ ജോസഫ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവോണ നാളിൽ ഉപവാസ സമരം നടത്തിയത്. സമരം ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഡാമിന്റെ ബലം പരിശോധിക്കുന്നതിനു വേണ്ടി കോടതി അനുമതി നൽകിയത്. സമരസമിതിയുടെ സമര പോരാട്ടങ്ങൾ തുടർന്നും ഉണ്ടെങ്കിലേ ശാശ്വതമായ പരിഹാരം
വിഷയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു. പുതിയ പരിശോധന സേഫ്റ്റി ഇൻസ്പെക്ഷൻ മുല്ലപ്പെരിയാർ ഡാമിൽ നടത്തണം ഒരപേക്ഷ. രണ്ടാമത്തെ അപേക്ഷ, ഇത് തമിഴ്നാട് പലപ്പോഴും രാത്രി വെള്ളം തുറന്നു വിടുന്നു, വെള്ളം ലെവൽ അവർ കീപ്പ് ചെയ്യുന്നില്ല, ഡാമിന് ആവശ്യമായിട്ടുള്ള സുരക്ഷിതത കൊടുക്കുന്നില്ല. തമിഴ്നാടിൻ്റെ കൺട്രോളിൽ നിന്ന് ഈ ഡാം മാറ്റി ഏതെങ്കിലും ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ വാദങ്ങളൊക്കെ പറഞ്ഞു. ആ വാദത്തിനിടയിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായത്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ നമുക്ക് അനുകൂലമായിട്ട് അവർ അഫിഡാവിറ്റ് കൊടുത്തു. ഇവർ പറയുന്നത് ശരിയാണ്, ഡാം അത്യാവശ്യമായിട്ട് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 2022 ഇതിൽ ഡാം ഒരു സുരക്ഷാ പരിശോധന നടത്തണം, കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഡയറക്ടർ വിധി. ആ വിധിയാണ് ഞങ്ങളത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത്. കാര്യം നമുക്കൊരു വിധി കിട്ടി കഴിഞ്ഞാൽ ഉടനെ പോകുന്നത് ചിലപ്പോൾ കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് 2023 അവസാനമായപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു. അത് ഈ വിധി നടപ്പാക്കണം. 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ പരിഹാരം കാണേണ്ടത് അധികാരികളുടെ ഔദാര്യമല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ മൗലികമായ അവകാശമാണെന്നും സമരസമിതി വ്യക്തമാക്കി. വിഷയത്തിൽ പരിഹാരം ഉണ്ടാകും വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സിബി മുത്തുമാംകുഴി, മേരികുളം ഇടവക വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ, CS രാജൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, മറ്റ് സമരസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. CHR ഭൂമിയുടെ കാര്യത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിൽ വന്ന വ്യത്യാസത്തിൽ പ്രതികരിച്ച വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, നിയമസഭയിൽ നൽകുന്ന കണക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുന്ന കണക്കല്ലെന്നും ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കണക്കിൽ വന്ന വ്യത്യാസത്തെ താൻ ന്യായീകരിക്കുന്നില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉത്തരം പറയുന്നത് കുറ്റകരമാണ്. ആ കുറ്റകരമായ പ്രവർത്തിക്കിടയാക്കിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അസംബ്ലിയിൽ കൊടുക്കുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ ഓഫീസിൽ തയ്യാറാക്കുന്ന കണക്കല്ല, ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന കണക്കാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചോദിച്ചാൽ അവർ നേരത്തെയുള്ള ഒരു ഫയലായിരിക്കും അവർ നോക്കിയിട്ടുണ്ടാവും. അല്ല, പക്ഷേ അത് ഞാൻ ന്യായീകരിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു ഉത്തരം പറയുന്നത് കുറ്റകരമാണ്. ആ കുറ്റകരമായ പ്രവൃത്തിക്കിടയാക്കിയ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പരിശോധിക്കാതെ ഉത്തരം നൽകിയെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അന്വേഷിക്കുന്നത്. അതിൽ കുറ്റവാളിയെ കണ്ടെത്തിയാൽ അവരോട് ന്യായമായ മറുപടി ചോദിക്കും. ഇത് തിരുത്തിക്കൊണ്ട് നിയമസഭയിൽ പ്രത്യേകമായ ഒരു സമർപ്പിക്കുന്നുണ്ട്. തിരുത്തൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഉത്തരത്തിൽ തിരുത്തൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് നിയമസഭയുടെ അംഗീകാരം വേണം. ഇതാണ് അതിൻ്റെ നടപടിക്രമം. ബൈസൺ വാലി ചൊക്രമുടിയിൽ നടന്ന കടന്നുകയറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. കഴിഞ്ഞ ശനിയാഴ്ച രമേശ് ചെന്നിത്തല ബൈസൺ വാലിയിലെത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. സംഭവം രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ബൈസൺ വാലി ചൊക്രമുടി മലമുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും കടന്നുകയറ്റവും ഇതിനോടകം വലിയ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. സർക്കാരിനെതിരെയും റവന്യൂ വകുപ്പിനെതിരെയുമാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രധാനമായി ആരോപണം ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചൊക്രമുടിയിൽ നടന്ന കടന്നുകയറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രമേശ് ചെന്നിത്തല ബൈസൺ വാലിയിലെത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. വിവാദ ഭൂമിയിൽ റോഡുകൾ, കുളങ്ങൾ എന്നിവ അടക്കം നിർമ്മിക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ വളരെ പവിത്രവും പാവനവുമായി കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭൂമിയാണ് ചൊക്രമുടി മലയും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും. ആനത്താരകൾ, നീലക്കുറിഞ്ഞി, വരയാടുകൾ തുടങ്ങിയവയടക്കം ഉള്ള ഭൂമിയാണ് ഇപ്പോൾ കടന്നുകയറ്റത്തിന് വിധേയമായിരിക്കുന്നത്. പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് 200ഓളം കുടുംബങ്ങളാണ് ഈ താഴ്വരയിൽ താമസിക്കുന്നത്. അതീവ പരിസ്ഥിതിലോല പ്രദേശമായ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യതകൾ സജീവമാക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന വികസന പ്രവർത്തനങ്ങൾ അതീവ പരിസ്ഥിതിലോല മേഖലകളിൽ അനുവദിക്കരുത്. ഒറ്റമരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും ഇവിടെ അനധികൃതമായി വിതരണം ചെയ്തിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും റദ്ദാക്കി റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റക്കാർക്കെതിരെയും അവർക്ക് സഹായം നൽകിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു.
ബോണസ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹൈഡൽ ടൂറിസം തൊഴിലാളികളും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം സത്യാഗ്രഹ സമരം നടത്തി. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ സമരം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതെ ഹൈഡൽ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഡയറക്ടർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിനോദസഞ്ചാര മേഖലകളിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി പദ്ധതികളാണ് സെന്ററിന്റെ ഭാഗമായിട്ടുള്ളത്. കഴിഞ്ഞ 24 വർഷമായി ഇവിടെ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും ഡയറക്ടർ തയ്യാറായിട്ടില്ല. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കുവാനും തയ്യാറാകുന്നില്ല. എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഈ ഓണക്കാലത്ത് ബോണസ് ലഭിക്കുന്നു. എന്നാൽ ഹൈഡൽ ടൂറിസം സെൻട്രൽ തൊഴിലാളികൾക്ക് ബോണസ് നിഷേധിച്ചു. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈഡൽ ടൂറിസം തൊഴിലാളികൾ തിരുവോണ ദിവസം കുടുംബാംഗങ്ങളുമൊത്ത് സത്യാഗ്രഹ സമരം നടത്തിയത്. മൂന്നാർ ഹൈഡൽ പാർക്കിന്റെ കവാടത്തിൽ നടന്ന സത്യാഗ്രഹ സമരം ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഉദ്ഘാടനം ചെയ്തു. இன்னைக்கு போனஸ் ஆக்ட் அனுசரித்து இன்னைக்கு 8.33% போனஸ் கொடுக்கக்கூடிய சூழ்நிலை அனைத்து நிர்வாகமும் அதுதான் செய்து கொண்டிருக்கிறார். ஆனால் ஹைடல் டூரிசத்தில் வேலை செய்யக்கூடிய தொழிலாளர்களை பொறுத்தவரை இந்த வருடம் அவர்களுக்கு போனஸ் கொடுப்பதற்கு இன்னைக்கு நிர்வாகம் தயாராகாமல் இருந்து கொண்டிருக்கிறது. சாதாரண தொழிலாளர்கள் இல்லை என்று சொன்னால் இன்னைக்கு நிர்வாகம் என்று சொல்லக்கூடிய காரியம் இல்லாமல் போய்விடும். தொழிலாளர்கள் தான் இன்றைக்கு 24 வருடமா இன்றைக்கு இந்த சுற்றுலா துறையில் இருக்கக்கூடிய ஹைடல் டூரிசம் சென்டர் இவ்வளவு பெரிய வளர்ச்சி அடைந்திருக்கிறது என்று சொன்னால் அதற்கு முக்கியமான காரணமானவர்கள் இங்கே இருக்கக்கூடிய தொழிலாளர்கள் என்பதை மறந்துவிடக்கூடாது. பெரிய வளர்ச்சி பெற்றிருக்க வாய்ப்பு இல்லை. ஆனால் இதற்கு முன்னாடி எப்படி கிடையாது? கொஞ்ச நாளைக்கு முன்னாடி வரைக்கும் இப்போது தலைமை வகிக்கக்கூடிய டைரக்டராக இருக்கக்கூடிய ஹைடல் டூரிசத்தினுடைய டைரக்டர் பதவி ஏற்பதற்கு முன்பாக இங்க இருக்கக்கூடிய தொழிலாளர்களுக்கு எல்லாம் ஒவ்வொரு வருடமும் சரியான நேரத்தில் போனஸ் வழங்கப்பட்டு கொண்டிருந்தது. யாருக்கும் எந்த விதமான கருத்து வேறுபாடு கிடையாது. போனஸ் வாங்குகிறார்கள், வேலைக்கு சரியா போய்கிட்டு இருக்கிறார்கள். ஆனால் இந்த டைரக்டர் வந்ததற்கு பிறகு தொடர்ச்சியாக இன்றைக்கு பல கட்டங்களாக தொழிலாளர்கள் போராட்டம் நடத்தி கொண்டிருக்கிறார்கள். இன்னைக்கு ஆளுங்கட்சியை சேர்ந்தவர்கள் அதுபோல எதிர்கட்சியை சேர்ந்த தொழிலாளர்கள் தான் அவர்களுடைய நியாயமான கோரிக்கைகளை உயர்த்தி கொண்டு இன்றைக்கு போராட்டம் நடத்தி கொண்டிருக்கிறார்கள். இப்படி தொழிலாளர்களுக்கு எதிரான விரோதமான போக்கை கடைபிடிக்கக்கூடிய ஒரு நிர்வாகமா இன்றைக்கு ஹைடல் டூரிசத்தினுடைய நிர்வாகம் மாறி இருக்கிறது. സത്യാഗ്രഹത്തിന്റെ സമാപന സമ്മേളനം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. മാത്യു കുഴൽനാടൻ MLA, CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ശശി, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ലക്ഷ്മണൻ, INTUC സംസ്ഥാന സെക്രട്ടറി G മുനിയാണ്ടി, റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് D കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സംസ്ഥാന നേതൃത്വം അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ഹൈറേഞ്ച് NSS യൂണിയൻ. വിവിധങ്ങളായ പ്രശ്നങ്ങൾ യൂണിയനിൽ ഉണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാൽ അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരം നടത്തുമെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 27 മാസക്കാലമായി ഒരു പ്രക്ഷോഭത്തിലായിരുന്നു. അതിൻ്റെ കാരണം ഈ ഹൈറേഞ്ച് NSS യൂണിയനിൽ നിയമാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി നിലവിലുണ്ട്. അതുള്ളപ്പോൾ തന്നെ കഴിഞ്ഞ 2022 ജൂൺ 8 രാത്രി NSS ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘം ആളുകൾ നെടുങ്കണ്ടത്തുള്ള ഞങ്ങളുടെ ഓഫീസ് രാത്രിയിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും അവിടുത്തെ ചില രേഖകളൊക്കെ അപഹരിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. രാത്രിയിൽ തന്നെ സമുദായ അംഗങ്ങൾ അതിൽ ഇടപെടുകയും അവർക്കതിൽ നിന്ന് പിന്തിരിയേണ്ടിയും വന്നു. എന്നാൽ പിന്നീട് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടക്കാരായ ആളുകളെ വെച്ചുകൊണ്ട് ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി എന്ന പേരിലൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ ഉപയോഗിച്ചുകൊണ്ടൊരു സമാന്തര ഭരണം ഹൈറേഞ്ച് NSS യൂണിയനിൽ നടത്തുകയും ഞങ്ങളുടെ വരുമാന സ്രോതസ്സുകളൊക്കെ NSSൻ്റെ ജനറൽ സെക്രട്ടറി അവരിൽ കൂടി കൈയടക്കുകയും ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ 27 മാസക്കാലമായി ഈ NSS നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇവിടെ നിയമാനുസൃതമായ തെരഞ്ഞെടുപ്പ് നടത്തണം. ഹൈറേഞ്ചിലെ 86 കരയോഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഹൈറേഞ്ച് NSS യൂണിയൻ. ആ 86 കരയോഗങ്ങളിലുള്ള 6000-ഓളം വരുന്ന നായർ സമുദായ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്കനുസൃതമായ ഒരു ഭരണസമിതിക്ക് രൂപം കൊടുക്കുക, അവരുടെ ആശയാഭിലാഷങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇത് ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 27 മാസക്കാലമായി ഞങ്ങൾ നിയമ പോരാട്ടവും മറ്റു പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ 27 മാസക്കാലം ഇത്രയും വലിയൊരു ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയം മുൻപോട്ട് വെച്ചുകൊണ്ട്
പ്രക്ഷോഭം നടത്തിയിട്ടും ഒരു ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ ഒന്നും NSSൻ്റെ ജനറൽ സെക്രട്ടറി തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ 4-5 പതിറ്റാണ്ടുകൾക്കിടയിൽ അദ്ദേഹം ഇത്തരത്തിൽ പിരിച്ചുവിടപ്പെട്ട കരയോഗ ഭരണസമിതികളും താലൂക്ക് യൂണിയൻ ഭരണസമിതികളും നിരവധിയാണ്. ഒരിക്കൽ അദ്ദേഹം സംഘടനയിൽ നിന്നും പുറത്താക്കിയ ഒരാൾ പോലും തിരികെ വരാതിരിക്കുന്നതിൽ വേണ്ട എല്ലാ മുൻകരുതലുകളും അദ്ദേഹം എടുക്കും. ഹൈറേഞ്ചിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വീണ്ടും വരുമോ എന്നൊരു ഭയം കൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ടു പോകുന്നത്. ചതുരംഗപ്പാറയ്ക്ക് സമീപം ആടുകിടന്താൻ മേഖലയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഉണക്ക കഞ്ചാവുമായി 3 പേർ പിടിയിലായി. തമിഴ്നാട് സ്വദേശികളായ കാർത്തിക്, നിതീഷ് കുമാർ, ഗോകുൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 4.5 കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്തേക്ക് കാട്ടുവഴികളിലൂടെ രഹസ്യമായി കടത്തിക്കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് പ്രതികൾ മൊഴി നൽകിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് ബി ചിറയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തമിഴ്നാട്ടുകാരായ പ്രതികൾ അവിടെ കൊലപാതക, കഞ്ചാവ്, അടിപിടി, വാഹന മോഷണ കേസുകളിലും ഉൾപ്പെട്ടവരാണെന്നാണ് വിവരം. ഇവരെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് 3 പിടിയിലായത്. കട്ടപ്പന YMCAയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുകയും ഓണക്കോടി നൽകുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരം വൃത്തിയാക്കുന്ന തൊഴിലാളികളെ ആദരിച്ചും ഓണക്കോടി സമ്മാനിച്ചുമാണ് കട്ടപ്പന YMCA ഓണനാളിനെ ആഘോഷമാക്കിയത്. നഗരസഭ അങ്കണത്തിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കട്ടപ്പന നഗരസഭ ഇത്രയും വൃത്തിയും വെടുപ്പുമായി കിടക്കുന്നത് ഇവരുടെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി 3 മണി മുതൽ 6 മണി അല്ലെ 7 മണി വരെ ഇവരാണ് നമ്മുടെ ഈ കട്ടപ്പന പ്രദേശം മൊത്തം ക്ലീൻ ആക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ പ്രവർത്തനത്തെ നമ്മൾ അനുസ്മരിക്കാതെ പോകുന്ന ഒരിക്കലും ശരിയല്ല. YMCA പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷത വഹിച്ചു. YMCA സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. PM ജോസഫ്, ഷെമിൽ MA, സുരുൾ മാത്യു, ഫിലിപ്പ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന YMCAയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർക്ക് ശുചീകരണ കിറ്റുകൾ നൽകിയിരുന്നു. ഈ ഓണത്തിന് YMCA പാലിയേറ്റീവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് മേഖലയിലെ കിടപ്പ് രോഗികളുടെ ഭവനങ്ങളിൽ ഓണക്കിറ്റ് എത്തിച്ചു നൽകി. തിരുവോണ ദിവസം സാന്ത്വനം അഗതി മന്ദിരത്തിലെ പ്രായമായ അംഗങ്ങളോടൊപ്പമാണ് കട്ടപ്പന YMCA അംഗങ്ങൾ ഓണസദ്യ ക്രമീകരിച്ചിരുന്നത്. രാജകുമാരി YMCAയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും നടന്നു. രാജകുമാരി മാർ ബെസേലിയോസ് ചാപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷവും കുടുംബ സംഗമവും സംസ്ഥാന ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഗ്രാമമായ രാജകുമാരിയിൽ 2.5 പതിറ്റാണ്ടുകാലമായി സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി YMCA യൂണിറ്റിന്റെ ഓണാഘോഷവും കുടുംബസംഗമവും പ്രതിഭകളെ ആദരിക്കലുമാണ് നടന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും YMCA അംഗങ്ങൾക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. രാജകുമാരി മാർ ബെസേലിയോസ് ചാപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷങ്ങളുടെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം YMCA കേരള ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ നിർവഹിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഓണസന്ദേശം നൽകി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും ബൈബിൾ കയ്യെഴുത്ത് പ്രതിഭയെയും ആദരിച്ചു. ഓണാഘോഷ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. YMCA രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് പിയൂസ് കറിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 25ഓളം നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഫാദർ എൽദോസ് പുളിക്കക്കുന്നേൽ, ഫാദർ ബാബു ചാത്തനാട്ട്, ടിജോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടന്നു. കടവന വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷ SHGയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. 6 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്വയം സഹായ സംഘമാണ് പ്രതീക്ഷ SHG. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തിന്റെ ആശംസകൾ നേരുവാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര നല്ല കാര്യമാണ് നിങ്ങൾ ഇന്നിവിടെ ചെയ്തത്. ഓരോരുത്തരും വീടുകളിൽ കൂടി ഒതുങ്ങിക്കൂടുന്ന സമയത്ത് നിങ്ങൾ കുടുംബസമേതം കൂടി ഓണാഘോഷം നടത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ഭയങ്കരം തന്നെയാണ് കേട്ടോ. ഓണാഘോഷത്തിന്റെ ഭാഗമായി കൂട്ടായ്മയിലെ മുതിർന്നവരെ ആദരിച്ചു.
തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായ നക്ഷത്ര SHGയും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സംഘം പ്രസിഡന്റ് വിജി ചിറക്കടവിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചുറ, ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KG തോമസ് കളപ്പുര, റോബിൻ ചാക്കോ, ഷാജി ചെറുശ്ശേരിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ ഓണാഘോഷം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്നു. കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഗീത വിരുന്നോടുകൂടിയാണ് ആരംഭിച്ചത്. തുടർന്ന് നടന്ന സാംസ്കാരിക സംഗമം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയൊരു സമുദായമായി മലയാളി സമുദായം മാറിയിരിക്കുന്നു എന്നത് ആഹ്ലാദത്തോടു കൂടിയാണ് നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വസ്തുത. വയലിന്റെ കരയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആ വയലിന്റെ വരമ്പത്ത് നിന്ന് ഞാൻ പഠിച്ച പാഠം, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടിയുടെ പ്രായത്തിൽ ഞങ്ങൾ പഠിച്ച പാഠം, വലുതാരാണ് ചെറുതാരാണ് വലിയൊരു ചോദ്യമിതാണ്, വലുതെല്ലാരും ചെറുതല്ലാരും ഉത്തരമിങ്ങനെയാണ്. ആരാണച്ഛാ വലുത്? പപ്പ വലുതാര്? ബാപ്പച്ചി വലുതാര് എന്ന് ചോദിക്കുമ്പോൾ, അമ്മയോടും ഉമ്മയോടും മമ്മിയോടും ചോദിക്കുമ്പോൾ, വയൽക്കരയിലെ ജീവികൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ വലുതെല്ലാരും, ചെറുതല്ല ആരും. അങ്ങനെ ഏതോ ഒരു കാലത്ത് ചെറുതാക്കാൻ നോക്കപ്പെട്ട് വാക്കുകൾ കൊണ്ട് വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്ത് ഒരു വാമന അവതാരം വന്ന് ചവിട്ടിത്താഴ്ത്തി എന്നാണ് ഇതിന്റെ പിന്നിലുള്ള പുരാണവും ഐതിഹ്യവും. എങ്കിലും എളിയ ഒരു കവി എന്നുള്ള നിലയിൽ എനിക്ക് എന്റെ മക്കളോട് പറയാനുള്ളത്, എന്റെ ഗുരുജനങ്ങളോട്, സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ വരുംകാലത്ത് ആണ് സ്വീകരിക്കുന്നത്, വരും കാലത്തെയാണ് സ്വീകരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഭരിച്ചിരുന്ന രാജാവല്ല മഹാബലി. ഇനി വരാനിരിക്കുന്ന കാലം മഹാബലിയെ പോലെ സമചിത്തതയുള്ള, സമദൃഷ്ടിയുള്ള ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്ന ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ 2024 ഒന്നിച്ചുകൂടുന്ന നമ്മൾ ലോകത്തിന് സമ്മാനിക്കുന്നത്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി. ഫാദർ ജോസ് ആന്റണി, ബീന ടോമി, ദേവനന്ദ രതീഷ്, സോജൻ സ്വരാജ്, ഷിജു കരുണാകരൻ, ലാലി സെബാസ്റ്റ്യൻ, ആംബുലൻസ് ഡ്രൈവേഴ്സ് ടെക്നീഷ്യൻ അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് എന്നിവർക്കാണ് ആദരവ് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റും കവിയുമായ സുഗതൻ കരുവാറ്റ, കേരള സാഹിത്യ അക്കാദമി അംഗവും കഥാകൃത്തുമായ മോബിൻ മോഹൻ, മാധ്യമപ്രവർത്തകനും കലാകാരനുമായ MC ബോബൻ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുജി, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, അഡ്വക്കേറ്റ് ജോളി കുര്യൻ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി S സൂര്യലാൽ, രക്ഷാധികാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിച്ച കോട്ടയം തുടിയുടെ നാടൻപാട്ട് ആഘോഷ പരിപാടികളെ വ്യത്യസ്തമാക്കി.
ഓണാഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പായസ വിതരണവും നടന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലമെന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിലും ഉപവാസ സമരം നടന്നു. CHR ഭൂമിയുടെ കാര്യത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിൽ വന്ന വ്യത്യാസത്തിൽ പ്രതികരിച്ച വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. നിയമസഭയിൽ നൽകുന്ന കണക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുന്ന കണക്കല്ല. എന്നാൽ കണക്കിൽ വന്ന വ്യത്യാസത്തെ താൻ ന്യായീകരിക്കുന്നില്ലെന്നും കുറ്റകരമായ പ്രവർത്തിക്കിടയാക്കിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി. ബൈസൺ വാലി ചൊക്രമുടിയിൽ നടന്ന കടന്നുകയറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. കഴിഞ്ഞ ശനിയാഴ്ച രമേശ് ചെന്നിത്തല ബൈസൺ വാലിയിലെത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത് സംഭവം രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുക്കിയ സാഹചര്യത്തിൽ. ബോണസ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹൈഡൽ ടൂറിസം തൊഴിലാളികളും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം സത്യാഗ്രഹ സമരം നടത്തി. ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ സമരം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതെ ഹൈഡൽ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഡയറക്ടർ നടത്തുന്നതെന്ന് MLA. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.